ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. അതായത് ആ സബ്സ്ക്രൈബർക്ക് ഒരു ചാനലുണ്ട്, ആ ചാനലിൽ നിന്ന് മറ്റൊരു ചാനൽ തുടങ്ങണം. സാധാരണയായിട്ട് നമ്മൾ ഒരു ചാനൽ തുടങ്ങണം എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ നമ്മൾ പുതിയൊരു ഇമെയിൽ അഡ്രസ് വെച്ചിട്ടാണ് നമ്മൾ ചാനൽ തുടങ്ങുക. നേരെ മറിച്ച് നമ്മുടെ തന്നെ ചാനൽ, ഇപ്പൊ യൂട്യൂബ് ടിപ്സ് മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാനൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിന്റെ ഈ ഇമെയിൽ അഡ്രസ് വെച്ച് തന്നെ നമുക്ക് സെക്കൻഡറി ഒരു ചാനലും കൂടി തുടങ്ങാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ചാനലിന്റെ ഇമെയിൽ അഡ്രസ് വെച്ച് തന്നെ നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ ചാനലുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. ഈ ബെനിഫിറ്റ് ആദ്യം എന്താണെന്ന് പറയാം, അതിനുശേഷം അങ്ങനെ എങ്ങനെയാണ് അതിലുള്ള സെറ്റിംഗ്സ് ഇപ്പോൾ വളരെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് പുതിയൊരു ചാനൽ നമ്മുടെ സ്വന്തം ഇമെയിൽ അഡ്രസ് വെച്ചിട്ട്, സെക്കൻഡറി ഇമെയിൽ അഡ്രസ് വെച്ചിട്ടല്ല, നമുക്കൊരു ചാനൽ ഉണ്ടെങ്കിൽ ആ ചാനലിന്റെ ഇമെയിൽ അഡ്രസ് വെച്ച് തന്നെ നമുക്ക് സെക്കൻഡറി ഒരു ചാനലും കൂടി എങ്ങനെ തുടങ്ങാൻ സാധിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യം തന്നെ നമ്മളൊരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ, അതായത് ഇപ്പൊ യൂട്യൂബ് ടിപ്സ് മലയാളം എന്നുള്ള ഈ ചാനലിന്റെ സെക്കൻഡറി ചാനൽ തുടങ്ങണമെങ്കിൽ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഒരു പുതിയ ചാനൽ തുടങ്ങുമ്പോൾ നമ്മുടെ തന്നെ, അതായത് ഓഡിയൻസിന്റെ അടുത്തേക്ക് ഇതിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും വലിയുള്ള, അതായത് ഒരു ചെറിയ ചാനലൊക്കെ ആണെങ്കിൽ ഇതിന്റെ നമുക്ക് മോണിറ്റൈസേഷൻ ആയതിനു ശേഷം നമുക്ക് റവന്യൂ രണ്ട് ചാനലിന്റെയും ഒരേ ആഡ്സെൻസിൽ തന്നെ വരും. അതായത് നമ്മളെ പോലെയുള്ള ചെറിയ ചെറിയ ചാനലുകളൊക്കെ ആണെങ്കിൽ അത്തരം ചാനലുകൾക്കൊക്കെ ഇപ്പോ $100 തികഞ്ഞിട്ടില്ല, ഒരു ചാനലിൽ തികഞ്ഞിട്ടില്ല, രണ്ടാമത്തെ ചാനലിൽ നിന്നുമാണ് ആ റവന്യൂ രണ്ടും കൂടി ഒരുമിച്ച് ഒരു ആഡ്സെൻസിൽ വന്നിട്ട് നമുക്ക് $100 തികയുമ്പോൾ തന്നെ അത് നമുക്ക് വിഡ്രോ ആക്കി എടുക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരേ ഇമെയിൽ അഡ്രസ്സിൽ തന്നെ ഒരു ആഡ്സെൻസിൽ തന്നെ നമുക്ക് എങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ സാധിക്കും. ഇത് പുതിയ യൂട്യൂബേഴ്സിന് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഇതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം നമുക്ക് മൊബൈൽ സ്ക്രീനിൽ നോക്കാം. ഇതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ ഗൂഗിൾ ക്രോമിൽ studio.youtube.com എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഡാഷ്ബോർഡ് ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് ടിപ്സ് മലയാളം എന്നുള്ള ഈ ചാനലിൻ്റെ ഡാഷ്ബോർഡാണ് കാണുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യുക, അതായത് ഈ ചാനലിൻ്റെ ഇമെയിൽ അഡ്രസ്സിൽ തന്നെ അടുത്തൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാം. സാധാരണ നമ്മൾ ഇതിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ യൂട്യൂബ് ചാനൽ സ്വിച്ച് ടു അക്കൗണ്ട് എന്ന് കാണും. ഈ സ്വിച്ച് ടു അക്കൗണ്ടിൽ ആഡ് അക്കൗണ്ട് എന്നുള്ള ഈ ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ മറ്റൊരു ഇമെയിൽ അഡ്രസ്സിലാണ് നമ്മുടെ ചാനൽ ക്രിയേറ്റ് ആവുക. നേരെ മറിച്ച് നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ആ ഇമെയിൽ അഡ്രസ്സിൽ തന്നെ മറ്റൊരു ചാനൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കസ്റ്റമൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മുൻപ് ഇവിടെയായിരുന്നു നമുക്ക് കസ്റ്റമൈസേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷനിലാണ് നമുക്ക് ഈ കസ്റ്റമൈസേഷൻ എന്നുള്ള ഈ ഓപ്ഷനിൽ തന്നെ ന്യൂ ചാനൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. നേരെ മറിച്ച് ഇപ്പോൾ ബ്രാൻഡിങ് എന്നും ബേസിക് ഇൻഫോ എന്നുള്ള ഓപ്ഷനാണ്. നേരെ മറിച്ച് ലെഫ്റ്റ് സൈഡിൽ തൊട്ട് അടിയിലായിട്ട് ഒരു ഗിയർ ഐക്കൺ കാണാൻ സാധിക്കും, ഒരു സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ജനറൽ എന്നും അതിൻ്റെ അടിയിൽ ചാനൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ചാനൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ബേസിക് ഇൻഫോ, അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അഡ്വാൻസ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ അഡ്വാൻസ് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് തൊട്ടടിയിലേക്ക് വരിക. അവിടെ മാനേജ് യുവർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഈ മാനേജ് അക്കൗണ്ട് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ പോപ്പപ്പ് ആയിട്ട് നമ്മുടെ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. ഇത് മൊബൈൽ യൂസർക്കാണ്, അല്ലെങ്കിൽ മൊബൈലിൽ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നവരോടാണ് പറയുന്നത്. വീണ്ടും നമ്മൾ ഡെസ്ക്ടോപ്പ് മോഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ചാനൽ സ്റ്റാറ്റസ് ആൻഡ് ഫീച്ചേഴ്സ്, ആഡ് ഓർ മാനേജ് യുവർ ചാനൽ, ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അതായത് ക്രിയേറ്റ് എ ചാനൽ എന്നുള്ള ഓപ്ഷൻ ലഭിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അടുത്തൊരു പോപ്പപ്പ് വിൻഡോ ആണ് വരുന്നത്. ഈ പോപ്പപ്പ് വിൻഡോ വരുമ്പോഴും നമ്മൾ മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പ് മോഡ് എന്ന് കൊടുക്കണം. മൊബൈലിലുള്ള ആൾക്കാർക്കാണ് ഇങ്ങനെ കൊടുക്കേണ്ടി വരുന്നത്. ഇങ്ങനെ കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അടുത്തൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുള്ളൂ. അങ്ങനെ ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇങ്ങനെ ഓപ്പണായി വരുന്നതിൻ്റെ ആദ്യം തന്നെ നമുക്ക് ഒരു ചാനൽ നെയിം ആഡ് ചെയ്ത് കൊടുക്കാനാണ്. ഇവിടെ ചാനൽ നെയിം, നമ്മൾ പുതിയ ചാനലിലെ ചാനൽ നെയിം ആഡ് ചെയ്തിട്ട് ഈ ടിക്ക് മാർക്കിൽ ടിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് എന്ന് കൊടുക്കുക. ഇങ്ങനെ ക്രിയേറ്റ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ന്യൂ പേജാണ് ഓപ്പൺ ആയിട്ട് വരിക. ആ പേജിൽ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കാനും ആ ഫോൺ നമ്പറിൽ നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. അങ്ങനെ നമുക്കിപ്പോൾ ആക്റ്റീവായിട്ടുള്ള ഒരു ഫോൺ നമ്പർ കൊടുത്ത് അതിൻ്റെ തൊട്ട് അടിയിലായിട്ട് ഇവിടെ ടെക്സ്റ്റ് മെസ്സേജ് വേണോ, അതുപോലെ വീഡിയോ കോളല്ല ഓഡിയോ കോൾ വേണോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അതിനുശേഷം അപ്പോൾ തന്നെ ഒരു OTP കോഡ് വരുന്നതാണ്. ഈ OTP കോഡിനെ നമ്മൾ കോപ്പി ചെയ്യുക, ഇവിടെ തന്നെ പേസ്റ്റ് ചെയ്യുക.
അതിനുശേഷം സബ്മിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ നമ്മുടെ ഒരു നെക്സ്റ്റ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇപ്പോഴും നമുക്ക് നമ്മുടെ ഒരു മൊബൈൽ ക്രിയേറ്റർ ആണെങ്കിൽ പലർക്കും ഇവിടെ വെച്ച് ചാനലിനെ കാണാതാവുമ്പോൾ അവരത് ക്ലോസ് ചെയ്ത് കളയും. നേരെ മറിച്ച് ഇവിടെ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ പുതിയ ചാനലിനെ ഇവിടെ കാണിക്കും. ആ പുതിയ ചാനലിൻ്റെ ഡാഷ്ബോർഡാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഡാഷ്ബോർഡ് ഓപ്പണായി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് പുതിയ ചാനലിൻ്റെ നെയിം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ചാനൽ കസ്റ്റമൈസ് ചെയ്യാനും അതുപോലെ തന്നെ അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും അതിൻ്റെ ലോഗോ ചേഞ്ച് ചെയ്യാനും ഇത്തരത്തിലുള്ള എല്ലാ ഓപ്ഷനും കാണിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് വളരെ ചെറിയ കാര്യമാണ്, എന്നാൽ ഒരു യൂട്യൂബർ ആണെങ്കിൽ ആ യൂട്യൂബർക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് അറിയാത്തതും വളരെ ചെറിയ കാര്യമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമന്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ചെയ്യുന്നില്ല, എന്നാലും അത്തരം സംശയങ്ങൾ മൊബൈൽ യൂട്യൂബേഴ്സിന് ഉണ്ടെങ്കിൽ അത്തരം സംശയങ്ങൾ തീർക്കാൻ വേണ്ടി നമുക്ക് അത്തരം വീഡിയോകളൊക്കെ ചെയ്തിടാൻ സാധിക്കും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിലോ അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളോ എന്തായാലും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതിലും നല്ല കണ്ടന്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.